അവിടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. കാണുന്നതിലെല്ലാം ഭഗവാനാണ്. ഭഗവാനെ അല്ലാതെ വേറെ ഒന്നും കാണാത്ത ആ ഭക്തൻ, അതിനെയാണ് ഭക്തൻ എന്ന് പറയുന്നത്. പരീക്ഷ മഹാരാജാവിനെ പോലുള്ള ഭക്തരുടെ കൂടെ എപ്പോഴും ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ആ നാരായണ കവചം ഉണ്ട്. അപ്പൊ അവരെ എന്ത് അറ്റാക്ക് ചെയ്യാൻ വന്നാലും അത് തിരിച്ചു നേരെ അവർക്കായിരിക്കും റിഫ്ലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ പാരണ സമയം കറക്റ്റായിട്ട് പാലിച്ച് അംബരീഷ മഹാരാജാവിനെ സഹായിക്കാൻ ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു. കാരണം അംബരീഷ മഹാരാജാവ് എല്ലാ ഏകാദശിയും മുടങ്ങാതെ എടുക്കും, ഭഗവാന് സമർപ്പിച്ചെടുക്കും. അതൊന്നിനു വേണ്ടിയല്ല, ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അതായിരുന്നു അംബരീഷ മഹാരാജാവ്, ഭഗവാന്റെ പരമ ഭക്തനായ അംബരീഷ മഹാരാജാവ്. അപ്പൊ അങ്ങനെയുള്ള ഭക്തിയിലേക്ക് എത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകാദശി വ്രതം ആചരിക്കാം. അങ്ങനെ കറക്റ്റായിട്ടുള്ള പാരണ സമയത്ത് തന്നെ ആ വ്രതം ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തുളസി തീർത്ഥം സേവിച്ച് ബ്രേക്ക് ചെയ്യാം. അതിന് നേരെ അപ്പോൾ ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഭഗവാൻ തന്ന ഹെൽത്ത്, നമുക്ക് ഭഗവാൻ തന്ന അനുഗ്രഹമാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊരു വിരൽ അനക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണ് ഇല്ലെങ്കിൽ കണ്ണൊന്ന് അടച്ച് ഇരുന്ന് നോക്കിയേ, ആ ഇരുട്ട് എത്രമാത്രം നമ്മളെ ദുഃഖിപ്പിക്കണമെന്നാണ്. അപ്പോൾ കണ്ണെന്ന് പറയുന്ന ഒരു വലിയൊരു അമൂല്യമായ വസ്തുവാണ്. അപ്പൊ ആ കണ്ണ് നമുക്ക് ഭഗവാൻ തന്നു, നമുക്ക് കാഴ്ച തന്നു ഭഗവാൻ, നമുക്ക് കേൾവി തന്നു ഭഗവാൻ, നമുക്ക് സംസാരശേഷി തന്നു ഭഗവാൻ, നമുക്ക് കൈ വിരലണയ്ക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യാണ്, കൃപയാണ്. നമ്മൾ ഒരു ദിവസം രാവിലെ കണ്ണ് തുറന്ന് എണീറ്റ് ഈ ലോകത്തെ തിരിച്ചറിയണമെങ്കിൽ, നമ്മുടെ അച്ഛനമ്മമാരെ, നമ്മുടെ ഭർത്താവിനെയും ഭാര്യയെ, കുട്ടികളെ ഒക്കെ തിരിച്ചറിയണമെങ്കിൽ ആ ബോധം പോലും ഭഗവാന്റെ കൃപയാണ്, കാരുണ്യാണ്. അപ്പൊ അത്രയും വളരെ കേവലമായിട്ടുള്ള, വളരെ നിസ്സാരമായിട്ടുള്ള നമ്മുടെ മനുഷ്യ ജന്മത്തില് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങളെ ജനിപ്പിച്ചത് എല്ലാ സുഖ സൗകര്യങ്ങളും ധാർമ്മികമായ രീതിയിൽ സത്യസന്ധതയോടുകൂടി നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം. പക്ഷെ നമുക്ക് തെറ്റുപറ്റി പോകും. നമ്മൾ ഈശ്വരനല്ലല്ലോ, നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, നമുക്ക് തെറ്റുപറ്റും. നമ്മൾ തെറ്റ് ചെയ്യും, നമ്മൾ നല്ല കാര്യങ്ങളും ചെയ്യും, തെറ്റും ചെയ്യും. ഒക്കെ ഭഗവാന് സമർപ്പിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചോളം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു, അതിൽ പാപവും ഇല്ല, പുണ്യവും ഇല്ല. അതുകൊണ്ട് ഏകാദശി എടുത്തു, ആ ചേച്ചി അങ്ങനെ ചെയ്ത കുറ്റമാണോ, ഞാൻ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തു, എന്നെ കൊണ്ട് പറ്റിയില്ല, അപ്പോൾ എനിക്ക് ഇത് കിട്ടോ, അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ഭഗവാന് സമർപ്പിച്ചിട്ടാണ് ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ, ഇത് ഏത് കർമ്മം ആയിക്കോട്ടെ, നിങ്ങൾ ഭഗവാന് സമർപ്പിച്ചിട്ടാണ്, ഭഗവാന് ഇത് നല്ലതാണോ ഇത് ചീത്തയാണോ എന്ന് എനിക്ക് അറിയില്ല, ഭഗവാന് കൃഷ്ണ എന്നെ കറക്റ്റായിട്ട് നയിക്കണേ ഭഗവാന്, എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ചെയ്യണത് തെറ്റായിരിക്കാം, ചിലപ്പോൾ ഞാൻ ചെയ്യണത് ശരിയായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ഞാൻ ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിച്ചു, ഞാനത് ചെയ്യണു. ഇനി അത് തെറ്റാണെങ്കിൽ അത് ഭഗവാൻ തോന്നിപ്പിച്ചാണ്, ശരിയാണെങ്കിലും അത് ഭഗവാൻ തോന്നിപ്പിച്ചാണ് ഞാൻ ചെയ്യാണ്. അതിൽ പാകപ്പിഴ സംഭവിച്ചു പോയാൽ അതും സർവം കൃഷ്ണാർപ്പണമസ്തു, എല്ലാം ഭഗവാൻ സമർപ്പിക്കുക. അതിൽ